നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഗൈഡൻസ് എന്താണ്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ്. ഓക്കെ, നിങ്ങളുടെ എനർജിയെ നൽകിക്കൊണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലുമായി കണക്ഷനിലേക്ക് കടന്നു വരിക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ എൻ്റെ ചാനലുമായി കണക്ട് ചെയ്യുക. എന്നാൽ എനിക്ക് കൃത്യമായി നിങ്ങൾക്കുള്ള ഗൈഡൻസ് നൽകുവാൻ സാധിക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള റൂട്ട് ഇഷ്യൂ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് റൂട്ട് ഇഷ്യൂ? വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. 7 ഓഫ് പെൻറ്റിക്കിൾ സൂചിപ്പിക്കുന്നത് ഒരു കർഷകൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. ഇതുപോലെയുള്ള ഒരു സമയത്താണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. സാമ്പത്തികപരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ റിലേഷൻ സംബന്ധമായിട്ടോ നിങ്ങളുടെ എഫേർട്ടിൻ്റെ മറുപടിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫലത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന എനർജി. ഓക്കെ, അത് സമ്പത്തിന് വേണ്ടി കാത്തു നിൽക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടി കാത്തു നിൽക്കാം, ജോലിക്ക് വേണ്ടിയാകാം, ഭൂമി വാങ്ങുന്നതിനോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വാങ്ങുന്നതിനോ ആകാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് 7 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. 6 നമ്പറാണ് വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പിലാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലാകാം, ഒരു സക്സസ് വേണം. ഓക്കെ, ഒരു ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു, സന്തോഷിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്നതായി കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചലഞ്ചിങ് സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് എഫേർട്ട് ഇടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബ്ലോക്കുകളായിരിക്കാം, നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥകൾ. 7 ആണ് വന്നിരിക്കുന്നത്, ഇതും 7. ഓക്കെ, അപ്പം നിങ്ങൾ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിരിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരണം. ഓക്കെ, അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് കടന്നു വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് സന്തോഷത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന എനർജി. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, ഈ അടുത്ത സമയത്തായിട്ട് എൻ്റെ വ്യൂസ് പെയിൻ അനുഭവിച്ചതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, കൂടുതലായിട്ട് നിങ്ങൾ വിശ്വസിച്ച് ചില കാര്യങ്ങൾ ചില വ്യക്തികളിലേക്ക് നൽകിയിട്ടുണ്ട്. അത് വിശ്വാസമാകാം, സ്നേഹമാകാം, എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാകാം. കൊടുക്കൽ വാങ്ങലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറഞ്ഞ സമയത്ത് ചില കാര്യങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ കൊടുത്ത കാര്യം തിരിച്ചു കിട്ടുന്നില്ല. ചില വ്യക്തികളുമായിട്ടുള്ളൊരു കോൺടാക്റ്റിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല. എൻഗേജ്മെൻറ്റ് സമയത്ത് നടക്കുന്നില്ല. ചില വാക്ക് ഉറപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ, അത് ബിസിനസ്സിലാകാം അല്ലെങ്കിൽ ജീവിതത്തിലാകാം, വാക്ക് പറഞ്ഞ് ഉറപ്പിച്ച കാര്യങ്ങൾ നടക്കാത്ത ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു. ശാരീരികമായിട്ടുള്ള ചില ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്ത് മറുപടിയാണ് പ്രപഞ്ചശക്തി എൻ്റെ വ്യൂസിന് നൽകുന്നതെന്ന് നോക്കാം. എന്ത് മറുപടിയാണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിന് നൽകുന്ന മറുപടി എന്താണ്? ഫസ്റ്റ് വന്നിരിക്കുന്നത് മൂണിൻ്റെ കാർഡാണ്. നിങ്ങളുടെ മനസ്സിൽ 2 സിറ്റുവേഷനെ കാണിക്കുന്നുണ്ട്. ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തയും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ചിന്തയും കാണുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള പല വേദനകളും അല്ലെങ്കിൽ പല ട്രോമാസും നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന്, ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും അറിവില്ലാത്ത ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങി പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം പ്രപഞ്ചം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുക. ഇപ്പം എന്താണ് ചെയ്യേണ്ടത്, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താകുമെന്ന് അറിയാതെ നിങ്ങൾ ഒരു നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ എൻഡ് എന്നൊന്നും അറിയുന്നില്ല. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ചില സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടും ചില സമയത്ത് പോസിറ്റീവായിട്ടും നിൽക്കുന്നത് കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്ത് കിട്ടുന്നില്ല. അത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെയാണ് ഇവിടെ യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മെൻ്റൽ ഹെൽത്ത് അത്യാവശ്യമാണ്. അത് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശാന്തമായിട്ടുള്ള ഒരു മനസ്സിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ആയിരിക്കും നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ചിന്തയ്ക്കും കൃത്യമായിട്ടുള്ള ഒരു മെഡിസിൻ കൊടുക്കുവാൻ സാധിക്കുന്നത്. അത് പ്രാർത്ഥനയായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പ്രപഞ്ചവുമായിട്ടൊരു കണക്ഷനിൽ, ഒരു ഊർജ്ജ കണക്ഷനിൽ ഇരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കടൽ തീരത്ത് പോയി കുറച്ച് നേരം സമാധാനത്തിലിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പർവ്വതങ്ങളിലോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് ശാന്തമായിട്ട് കുറേ ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം എവിടെയാണോ, പാർക്കിലാണോ, എവിടെയാണോ നിങ്ങൾക്ക് സമാധാനമായിട്ട് നിങ്ങളെ ശല്യപ്പെടുത്താതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സമയം കുറച്ച് നാളത്തേക്ക് അത് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആകുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു,
ദ ലവേഴ്സിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും പ്രപഞ്ചം നിങ്ങളെ ബ്ലസ് ചെയ്യുവാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. ഓക്കെ, പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ശരിയായ വഴി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രഗിൾ ആയിരിക്കും. നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ഭയങ്കര സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇത് ഏദൻ തോട്ടത്തിലെ സ്റ്റോറിയാണ്. അതിൽ ആ സ്ത്രീയുടെ പിറകിൽ നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു വൃക്ഷം എന്ന് പറയുന്നത് വിലക്കപ്പെട്ട വൃക്ഷമാണ്. ആ വൃക്ഷം സൂചിപ്പിക്കുന്നത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ പാടില്ല, പക്ഷേ നമ്മൾ നിർബന്ധപൂർവ്വം അതിലേക്ക് അങ്ങ് പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ പറയുന്നത് പോലെ തന്നെ പ്രലോഭനങ്ങളിലേക്ക് നമ്മൾ അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് കരകയറി വരാൻ സാധിക്കാത്ത അവസ്ഥ. അവയെ എങ്ങനെയാണോ ചീറ്റ് ചെയ്തത്, പ്രലോഭനങ്ങളിലൂടെ ചീറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മളെയും ചില സിറ്റുവേഷനിൽ നിന്ന് മൂവ് ചെയ്യുവാൻ സാധിക്കാൻ കഴിയാതെ, ആ ബ്ലെസ്സിംഗ് സ്വീകരിക്കാൻ കഴിയാത്ത വണ്ണം ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പുരുഷനെ നോക്കിക്കഴിഞ്ഞാൽ പുരുഷൻ ഒരു ഓപ്പോസിറ്റ് സെക്സ്, സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് അതിൽ മാത്രമാണ് മുഴുകിയിരിക്കുന്നത്. മറ്റു ലോകവുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത രീതിയിൽ അവരുടെ ഫോക്കസ് മുഴുവനും തന്റെ ഓപ്പോസിറ്റ് സെക്സിനോട് മാത്രമുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മുടെ ചിന്താഗതി അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന രീതികളിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം കുറേ നാളായിട്ട് നിങ്ങൾ ഒരു പാറ്റേണിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളത് ഈ ഒരു സമയം മുതൽ, പ്രപഞ്ചം നിങ്ങൾക്ക് മെസ്സേജ് തരുന്ന ഈ ഒരു സമയം മുതൽ നിങ്ങൾക്കൊരു മാറ്റം അവിടെ കൊണ്ടുവരിക. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെയല്ലേ, ഇനി ഇതൊന്ന് മാറി ചിന്തിച്ച് നോക്കാം എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രപഞ്ചം ഇവിടെ 6 ആണ് വന്നിരിക്കുന്നത്. പ്രപഞ്ചം നിങ്ങളെ ബ്ലസ് ചെയ്യുവാൻ, ശുക്രന്റെ എനർജി നൽകുവാൻ തയ്യാറായി നിൽക്കുന്നു. പക്ഷേ നമ്മളുടേതായിട്ടുള്ള ചില ചിന്തകളോ പ്രവർത്തനങ്ങളോ കാരണം അത് സ്റ്റക്കായി നിൽക്കുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. 2 ഓഫ് സോഡ് വന്നിരിക്കുന്നു. 2 ഓഫ് സോഡ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റക്കാക്കി വെക്കുക. പുറത്തേക്ക് അവരിങ്ങനെ പറയുന്നു, ഇവിടെ ഇങ്ങനെ പറയുന്നു, ഈ എൻ്റെ ടാരോ കാർഡ് ഇങ്ങനെ പറയുന്നു, മറ്റവർ അങ്ങനെയല്ലല്ലോ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, പുറമേ ഉള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. 2 നമ്പറാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തെ നിങ്ങൾ കേൾക്കുക. അതിന് വേണ്ടിയിട്ടാണ് കണ്ണുകൾ മൂടി കെട്ടിയിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ പുറമേ ഉള്ള ഒരു ചിന്തകളെയും കാര്യങ്ങളെയും എടുക്കാതെ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള അറിവ്, നിങ്ങൾ ഏത് റൂട്ടിലാണ് പോകേണ്ടത്, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പ്രപഞ്ചം നൽകാൻ തയ്യാറായിരിക്കുന്നു. ചില പാസ്വേഡ് ഉണ്ടല്ലോ, ആ പാസ്വേഡ് നമുക്ക് ആർക്കും അറിയത്തില്ല. നമുക്ക് ATMൻ്റെ പാസ്വേഡ് വരുന്നത് അത് നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കിങ്ങനെ കവറിൽ വരും, രജിസ്റ്റേർഡ് കവറിൽ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് അത് നമുക്ക് മാത്രമേ ആ പാസ്വേഡ് കാണാൻ സാധിക്കുകയുള്ളൂ, വേറെ ആർക്കും അത് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കാണാം, അല്ലേ? അപ്പോൾ അതുപോലെയാണ് പ്രപഞ്ചം ഇപ്പോൾ പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ കുറച്ച് സമയത്തേക്ക് സ്റ്റക്കാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. കണ്ണ് കെട്ടുക എന്ന് പറയുമ്പോൾ പുറമേ ഉള്ള കാഴ്ചകൾ കാണുന്നില്ല, അകക്കണ്ണ്, ഉള്ളിലെ കാഴ്ചകൾ കാണുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കാനുള്ള സമയമല്ല. ഓക്കെ, ഇവിടെ ആക്ഷൻ എടുക്കാതെ ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുകയാണ്. ഈ ഒരു സമയം നിങ്ങൾ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിലേക്ക് തന്നെ നോക്കുക. അപ്പം നിങ്ങൾ റെസ്റ്റ് എടുക്കുക, നിങ്ങളിലേക്ക് തന്നെ നോക്കുക. അല്ലാതെ നിങ്ങൾ ടെൻഷൻ അടിച്ച് അയ്യോ അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ വെപ്രാളപ്പെട്ട് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്ക് ചില സ്ഥലങ്ങൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സ്റ്റക്കാണ് വരുന്നതെങ്കിൽ അത് കുറച്ച് ഹോൾഡ് ചെയ്യുക. ഓക്കെ, അവിടെ വെച്ചിട്ട് ഒന്ന് മാറി നിന്നിട്ട് ഇതെന്താണ് വേണ്ടത് ഒന്ന് നിർത്തി വെച്ചിട്ട്, ആ ഒരു വെപ്രാളവും കരച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് കുറച്ച് നേരം നിർത്തി വെച്ചിട്ട് ഇതിലെന്താണ് ആക്ഷൻ എടുക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ചതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകുക. ഇപ്പോഴും നമുക്ക് ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമല്ല എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 7 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കടന്നു വരും. ഓക്കെ, പക്ഷേ അത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മളിലുള്ളതായിട്ടുള്ള ചില കർമ്മകളുണ്ട്. ഓക്കെ, പാസ്റ്റ് ലൈഫ് എന്ന് ഞാൻ പറയുന്നില്ല, പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിലുള്ള കർമ്മയെ ഞാനിവിടെ പറയുന്നില്ല. കാരണം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്താണ് ചെയ്തത് ഏതാണ് ചെയ്തതെന്ന് നോർമലി ഒരു വ്യക്തിക്ക് അറിയാൻ സാധിക്കില്ല. അങ്ങനെ നോർമലി ഒരു വ്യക്തിക്ക് അറിയാൻ സാധിക്കാത്ത ഒരു കാര്യത്തിൻ്റെ ഫലം നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ലോജിക്കില്ല. നമുക്ക് അറിഞ്ഞെങ്കിലല്ലേ, നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവുണ്ടെങ്കിലല്ലേ നമുക്കതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ പറ്റും. അപ്പം അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ഒരു നോർമൽ വ്യക്തിക്ക് ഒരു ധാരണയില്ല. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജന്മത്തിൽ നമ്മളൊന്നും ചെയ്തതിൻ്റെ ഒരു ഓർമ്മയും ഈ ജന്മത്തിലില്ല എങ്കിൽ അതിൻ്റെ ഫലം ഈ ജന്മത്തിൽ വന്നിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓർമ്മയുള്ള ജന്മം അത് ഈ ജന്മം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്തു പോയിട്ടുള്ള, ഇപ്പോൾ ചെറിയ കാര്യം മുതൽക്ക് തന്നെ നമ്മൾ ചെയ്തു പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? മറ്റുള്ളവരെ വേദനിപ്പിക്കുക, മറ്റുള്ളവരെ സ്ലേറ്റ് പൊട്ടിച്ച് കളയുക, അല്ലെങ്കിൽ പെൻസിൽ എടുത്തുകൊണ്ട് വരിക, ഞാൻ ഈ കുറ്റം ചെയ്തിട്ട് ഞാനല്ല ചെയ്ത അവനാണ് ചെയ്തതെന്ന് പറയുക, അതെല്ലാം നമ്മുടെ കർമ്മയിൽ വരുന്നത് തന്നെയാണ്. ഓക്കെ, ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതെല്ലാം നമ്മുടെ കർമ്മയിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ കർമ്മയെ നിങ്ങൾ
ലെറ്റ് ഗോ ചെയ്യുക, അല്ലെങ്കിൽ റിലീസ് ചെയ്യുക. കർമ്മയിൽ വന്നിരിക്കുന്ന നെഗറ്റീവിനെ നമ്മളിപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിലീസ് ചെയ്യുക, അതിനെ മാപ്പ് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ആരോടെങ്കിലും നമുക്ക് പകയോ ദേഷ്യമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ റിലീസ് ചെയ്ത് നമ്മളിലുള്ളതായിട്ടുള്ള ഈ ഒരു നെഗറ്റീവ് എനർജി, ഈ ഒരു വ്യക്തി ഒരു ബ്ലാക്ക് ഡ്രസ്സിലാണ് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി മൊത്തത്തിലൊരു നെഗറ്റീവ് ഊർജ്ജത്തിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ കാര്യങ്ങൾ വിട്ട് കളയാതെ നമുക്കൊന്നും തന്നെ നേടിയെടുക്കാൻ സാധിക്കത്തില്ല എന്നാണ് യൂണിവേഴ്സോട് പറയുന്നത്. നേടിയെടുക്കണമെങ്കിൽ നമ്മൾ വിട്ട് കളയണം. ഓക്കെ, അത് കഴിഞ്ഞ് പ്രപഞ്ചത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമായിരിക്കും നമ്മളുടെ ആ ഒരു നല്ല കർമ്മയുടെ ഫലം നമ്മളെ തേടി എത്തുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്യുമെന്നല്ല, നോർമലി ചില വ്യക്തികൾ ഇങ്ങനെയാണ്. നമ്മുടെ അച്ഛനെയും അമ്മയും ഒന്നും സ്നേഹിക്കത്തില്ല. ഓക്കെ, അവർക്ക് 10 പൈസ കൊടുക്കത്തില്ല, ഒന്നും ചെയ്യാതെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു, അവരെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നു, അവർക്ക് വേണ്ടുന്ന ആഹാരത്തിനും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്കും അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് പൈസകൾ ചിലവാക്കുന്നു. ഓക്കെ, പക്ഷേ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത്, ഒരു ബ്രേക്കപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുന്നു, ദൈവമേ ഞാൻ ഇത്രയും കൊടുത്തിട്ടും എന്തുകൊണ്ട് അവരെന്നെ ചതിച്ചു, എന്തുകൊണ്ട് അവരെന്നെ ഇങ്ങനെ ചെയ്തു. അപ്പം പ്രപഞ്ചം കാണിക്കുന്ന കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളിലേക്ക് നോക്കാതെ, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിലേക്കൊന്നും ഫോക്കസ് ചെയ്യാതെ നമ്മൾ മറ്റു ചില കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയതിൻ്റെ ഫലം കർമ്മയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കർമ്മകളുണ്ടെങ്കിൽ ആ കർമ്മകളെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ഓക്കെ, എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ അച്ഛനോടോ അമ്മയോടോ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, എൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞ് അവർ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് അവർ കരഞ്ഞു പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കുക, സോറി, ഫോർഗീവ് മീ, ഐ ലവ് യു, ഞാൻ ഇപ്പോൾ നിങ്ങളോട് നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, എന്നോട് ക്ഷമിക്കുക. അത് നമ്മുടെ പാർട്ട്ണർ ആയാലും ശരി തന്നെ, നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടും ആളിൻ്റെ കണ്ണുനീര് ഞാൻ കാരണം ആളിൻ്റെ കണ്ണുനീര് പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി, ഫോർഗീവ് മീ, ഐ ലവ് യു എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ച് ആ ഒരു കർമ്മ നമ്മൾ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യാൻ പറ്റില്ല എങ്കിലും അതിൻ്റെ എഫക്റ്റ് ഒന്ന് മാറ്റി നമുക്കൊന്ന് ഡൈലൂട്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മുമ്പിൽ നമ്മുടെ മനസ്സിലൊരു മാറ്റം വരുമ്പോൾ അവരോടുള്ള ആ ഒരു ദേഷ്യം കുറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു കർമ്മയിൽ നിന്നും ഡൈലൂട്ട് ആക്കാൻ സാധിക്കും. അത്രേ ഉള്ളൂ. കർമ്മ പൂർണ്ണമായിട്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നമ്മളിൽ തന്നെ വന്നു ചേരും. പക്ഷെ ഒന്ന് ഡൈലൂട്ട് ചെയ്യാം, വെള്ളം കലക്കാം. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, 8 ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു സഡൻ ആക്ഷൻ ഉണ്ടാകുക. കാരണം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ആക്ഷനൊന്നും നടക്കത്തില്ല, ഇതെനിക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും പ്രപഞ്ചത്തിൽ നിന്നുമുള്ള ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് കടന്നു വരുന്നതെന്ന് ഇവിടെ കാണിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യക്തി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറേ സമയമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അതിൽ ഒരു ഗ്രോത്ത് കാണില്ല എന്ന് വിചാരിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്താണ് പ്രപഞ്ചത്തിൽ നിന്നും ആ ഒരു ദൂതന്മാർ, മാലാഖമാർ ഇറങ്ങി വന്ന് ബ്ലെസ്സിങ് അയക്കുന്നത്. കാഹളം ഊതുന്ന ഒരു ടൈമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാഹളം ഊതുകയാണ്. കാഹളം ഊതുക എന്ന് പറയുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ അവസാനിച്ചു, എൻഡിങ് ആയി. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾക്ക് എൻഡിങ് ആയതിനു ശേഷം ഒരു സഡൻ ഗ്രോത്ത് ആണ് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. ഓക്കെ, അപ്പം ചില കാര്യങ്ങൾ വേദനിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനെ അവസാനിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചം നിങ്ങളെ മറ്റൊരു വേയിലൂടെ യാത്ര കൊണ്ടുപോകുകയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ് 3 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? സാമ്പത്തിക ഗ്രോത്തിന്, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, നിങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു നല്ല ഗൈഡൻസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ അജ്ഞത വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവരിൽ നിന്നും ഗൈഡൻസ് എടുക്കേണ്ട ആവശ്യകതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് വ്യക്തികളുടെ സക്സസ് മാത്രമായിരിക്കും കണ്ടിട്ടുള്ളത്. പക്ഷെ അവരതിൻ്റെ പിന്നിൽ എത്ര വർഷം ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ടു, അവർക്ക് എന്തെല്ലാം നഷ്ടങ്ങളാണ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്, ഏതെല്ലാം കഠിനമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിലൂടെയൊക്കെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു എന്നുള്ളതിനെ പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുക. നിങ്ങൾക്ക് വളരെ വലിയ സന്തോഷം, ജോലി സംബന്ധമായിട്ട് സാമ്പത്തികപരമായിട്ടും വളരെ വലിയ സന്തോഷം നിങ്ങളെ തേടി എത്തുന്നു. നിങ്ങളുടെ ജോലിയിൽ ഒരു വലിയ മാറ്റം വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക സിറ്റുവേഷനിലും നിങ്ങൾക്ക് വലിയൊരു മാറ്റത്തെ ഇവിടെ കാണിക്കുന്നു. പ്രപഞ്ചത്തിൽ നിന്നുമുള്ള ഒരു അവയർനെസ് കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആണ്. കാരണം ഇവിടെ 3 നമ്പറാണ് വന്നിരിക്കുന്നത്. 3 നമ്പർ എന്ന് പറയുമ്പോൾ സൃഷ്ടാവിൻ്റെ നമ്പറാണ്.
നമ്മളുടെ ബൃഹസ്പതി ഗുരുവിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു ക്രിയേറ്റർ ആയിട്ടുള്ള കണക്ഷൻ നിങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, ഉയരത്തിൽ നിന്നുള്ള ബ്ലെസ്സിങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓവറോൾ എനർജിയിൽ നിങ്ങൾക്ക് ഇപ്പം ചലഞ്ച് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിൽ വളരെ ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, പ്ലീസ് ടെൽ മീ മദർ യൂണിവേഴ്സ്, എന്താണ് ഇതിനെ പ്രപഞ്ചം നൽകുന്ന ഗൈഡൻസ് എന്താണ്? ഓക്കെ, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ ഗാർഡിയൻസ് ഉണ്ടല്ലോ, നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഗാർഡിയൻസ് ഉണ്ട്. അപ്പം നമുക്ക് പേരുകളൊന്നും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ തന്നെയും എന്നെ സംരക്ഷിക്കുന്നതായിട്ടുള്ള എൻ്റെ ദൂതനെ, നമ്മൾ ദൂതന്മാരെ പറയാം. ഓക്കെ, എന്നെ ഒന്ന് ഗൈഡ് ചെയ്യണേ. ഇപ്പം നമ്മൾ ഏത് മതവിശ്വാസത്തിലാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം ഒരു ദൂതനെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയോട് നമുക്ക് ചോദിക്കാം, എൻ്റെ പർപ്പസ് എന്താണ്, എൻ്റെ ലൈഫ് പർപ്പസ് എന്താണ്, ഞാൻ ഇതിലേക്ക് കടന്നു പോകുന്നത് ശരിയാണോ? അത് നമ്മളിങ്ങനെ വഴക്കൂടി ബഹളം വെച്ചിട്ട് ചോദിച്ചാൽ നമുക്കത് ഉത്തരം കിട്ടത്തില്ല. വളരെ ശാന്തമായും മെഡിറ്റേഷൻ ചെയ്തും നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രപഞ്ചവുമായിട്ടുള്ളൊരു കണക്ഷൻ കിട്ടുകയും ഏഞ്ചൽ നമ്മളെ ആ ഒരു കാര്യം എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള കാര്യം നമ്മുടെ മുന്നിൽ തെളിച്ച് നൽകും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ വഴിയിലേക്ക് കടന്നു പോകും, അല്ലെങ്കിൽ ആ വ്യക്തികളെ ആ സാഹചര്യത്തെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരും. അപ്പം എപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തോട്, നമ്മൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലുള്ള ശക്തി സ്വരൂപത്തിനോട് നിങ്ങൾക്ക് ചോദിക്കാം, ഞാനിപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനിലാണ്, ചലഞ്ച് സിറ്റുവേഷനിലാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഏത് വഴിയാണ് പോകേണ്ടത്? അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് ആ ഒരു കാര്യം ഇതിന് നടക്കാൻ പോകില്ല എന്ന് വിചാരിച്ച് അതിനെ ഒന്നും സ്റ്റോപ്പ് ചെയ്യാതെ നിങ്ങൾ പ്രപഞ്ചത്തിൽ നിന്നുമുള്ള ആ ഒരു ഗൈഡൻസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചലഞ്ച് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം. ചലഞ്ച് ഇല്ലാതെ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ചലഞ്ച് ഫേസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സക്സസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് മോട്ടിവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ടാരോ കാർഡ് പഠിക്കുവാനോ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ഹീലിംഗ് ചെയ്യുവാനോ റേക്കി ഹീലിംഗ് ചെയ്യുവാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ബ്ലെസ് ചെയ്യുന്നു. താങ്ക് യു.